ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ എല്ലാവർക്കും ഇന്ന് എൻ്റെ ഒരു മരുന്നായിട്ടുള്ള വരവാണ്. അപ്പോൾ ഇത് കണ്ടില്ല, ഇത് ഒരു ബീട്രൂട്ടാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും മൈഗ്രെയിൻ തലവേദന ഇല്ലാതെ ആരുമില്ല. അപ്പോൾ ഇപ്പോൾ എന്ത് ചെറിയ തലവേദനക്കും ഡോക്ടർ പറഞ്ഞ മൈഗ്രെയിനാണ്. പക്ഷെ അതിന് മരുന്നില്ല കേട്ടോ. ഡോക്ടറെ ഇത്ര കാണിച്ചിട്ടും പറയില്ല. കാരണം അത് ഞാനൊരു അനുഭവിച്ചോളാണ്. അപ്പോൾ എനിക്ക് അതിനെ പറ്റിയിട്ട് എല്ലാ മരുന്ന് കഴിച്ചിട്ടും ഗുളിക കഴിച്ചിട്ടും ഒന്നും ഒരു മാറ്റം ഇല്ലായിട്ടാണ് ഞാനിത് ഇങ്ങനെ ഒരു പരീക്ഷണം നോക്കിയത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് നോക്കി നോക്കി ഇതൊന്ന് കഴിച്ചിട്ട് മാറ്റമുണ്ടോ, പിന്നെ എങ്ങനെ ഉണ്ട് എന്നാണൊക്കെ. കുറേ ഇങ്ങനെ കുറച്ച് അധികം ഇങ്ങനെ കഴിക്കണം കേട്ടോ. ഒരു ബീട്രൂട്ടിലൊന്നും ഇങ്ങനെ മാറി കിട്ടൂല. പിന്നെ ഇത് കഴിയുമ്പോൾ പക്ഷെ ഒരു ബീട്രൂട്ട് കൊണ്ട് കുറേ ഉണ്ടാവും കേട്ടോ. കുറേ അത് എത്രയോ ആവുന്നുണ്ട് ഒരു ബീട്രൂട്ട് കൊണ്ട് കുറേ ഉണ്ടാവും കേട്ടോ. ജ്യൂസ് ഒരു 4-5 ഗ്ലാസ് ഉണ്ടാവും. അപ്പോൾ ഇത് ശർക്കര വെള്ളമാക്കിയിട്ട് അതിൽ പഞ്ചസാരക്ക് പകരം അതുകൊണ്ട് കുടിക്കണം. അപ്പോൾ ഇത് ഞാൻ ഒന്ന് വേവിച്ചെടുക്കാം. നമുക്കിത് കഷ്ണാക്കി കഴുകി തൊലി ചെത്തി കഴുകി കഷ്ണാക്കിയത്. അപ്പോൾ ഇത് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് ആദ്യം പിന്നെ ഇങ്ങോട്ടൊക്കെ നിർത്താണ്ട് കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് വെള്ളം ഒഴിച്ച് പിന്നെ ഉപ്പൊന്നും ഇടായിരുന്നു, മധുരം ഇട്ട് കുടിച്ചാൽ ഇങ്ങനെ നമുക്ക് ഒരു 2 വിസിൽ വേവിച്ചെടുക്കാം. ഒരു വിസിലും മതിയാവും കേട്ടോ. നല്ല കുക്കറൊക്കെ ആണെങ്കിൽ നമുക്കിത് ഒന്ന് വേവിച്ചെടുക്കാം. വെന്ത് വേവിച്ചിട്ട് നമുക്ക് പിന്നെ ഒന്ന് വേവിച്ച് കഴിഞ്ഞിട്ട് അണഞ്ഞിട്ട് മിക്സിയിലൊന്നായി അടിച്ചെടുക്കണം കേട്ടോ. ഇതിപ്പോൾ 2 ശർക്കര എടുത്ത് ഒരു ചായപാത്രത്തിൽ വെക്കണം കേട്ടോ. 2 കഷ്ണം മതി ഒരു ബീട്രൂട്ടിന്. ഇതിപ്പോൾ എത്ര വേണമെന്നില്ല. നമ്മളൊരു ഗ്ലാസ്സിലേക്ക് ഇത് ഒഴിച്ചിട്ട് ഈ നീര് ഇതിപ്പോൾ ഈ വെള്ളമാക്കിയിട്ട് വെച്ചാലില്ല, ഒരു സ്പൂൺ ഇങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. നമുക്ക് അതുകൊണ്ടാണ് ഇങ്ങനെ വെള്ളമാക്കി വെക്കുന്നത്. അപ്പോൾ ഞാനിത് ഇങ്ങനെ പൊടിച്ചിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അടുപ്പത്ത് വെച്ച് കാണിച്ചു തരാം. ഞാനതാ പൊടിച്ചിട്ടുണ്ട് കേട്ടോ. പൊടിച്ചിട്ട് കുറച്ച് വെള്ളം പാർന്ന് വെക്കാം. കുറച്ച് അതിനകത്ത് കുറേ നൊട്ടം പറഞ്ഞു കേട്ടോ. ലേശം കൂടി ഒഴിച്ചെടുത്ത് ഒന്ന് അടുപ്പത്ത് വെച്ച് നല്ല ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ലേശം ഇളക്കി കൊടുത്താൽ മതി. ഞാനിവിടെ അടുപ്പത്ത് വെച്ചിരിക്കുന്നു കേട്ടോ. തീ കത്തിച്ച് കൊടുത്തിരുന്നു. ലേശം ഒന്ന് ചെറുതാക്കി കൊടുത്താൽ മതി. നല്ല ഉള്ളിലിട്ട് കൊടുക്കാൻ. അത് കുറച്ച് കൈമളത്തി കൊടുക്കണമെന്നില്ല. ലേശം കഴിയുമ്പോൾ ഇല്ല ഇത് വെള്ളമായിക്കോളൂ കേട്ടോ. അപ്പോൾ ഇത് ഒക്കെ വെള്ളമായിക്കുന്നു കേട്ടോ. ഒക്കെ അലിഞ്ഞ് വെള്ളമായിട്ട് ഇത്ര നല്ല മധുരമാണ്. പിന്നെ ഇത് ഞാൻ ഒരു വിസിൽ വേവിച്ചിട്ടെടുത്തിട്ടുണ്ട്. 2 വിസിലാണെങ്കിലും ഒന്നുമില്ല കേട്ടോ. നല്ല എന്താ വേഗം മിക്സിയിലരിയുമല്ലോ. കാര്യം നല്ല പുതിയ മിക്സിയൊക്കെ ആണെങ്കിൽ ഇത് മതി. നമുക്കിത് മിക്സിയിലിട്ടിട്ട് ഒന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ തണിഞ്ഞിട്ട് അരച്ചെടുത്താൽ മതി കേട്ടോ. ഞാനിത് ഇട്ട് വെക്കാണ്. തണിഞ്ഞിട്ട് ഒന്ന് ഈ വെള്ളത്തോട് കൂടി അരക്കട്ടോ. വേണമെങ്കിൽ ലേശം വെള്ളം കൂട്ടി. നല്ല ബീട്രൂട്ടാണെങ്കിൽ നല്ല നിറം ഉണ്ടാവും കേട്ടോ. ഇത് കുറച്ച് വാടിയത് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് ഇത് തണിഞ്ഞിട്ട് ഇങ്ങോട്ട് ഒന്ന് അരച്ചെടുത്താൽ മതി കേട്ടോ. അപ്പം നമുക്കിതൊന്ന് നല്ലോണം ഒന്ന് അരച്ചിട്ട് അരപ്പുകൊണ്ടൊന്ന് അരയ്ക്കണം. അപ്പോൾ ഇത് ഞാൻ നല്ല കുറച്ചും കൂടി വേവിച്ച വെള്ളം കുറവാണെങ്കിൽ കുറച്ചും കൂടി വെള്ളം കൂട്ടി നല്ലോണം അരച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിത് ഈ അരപ്പയിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ചണ്ടിയില്ലേ ഒന്നും കൂടി ഇങ്ങനെ പിന്നെ അരച്ച് ഒന്നും കൂടി ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ട് ഒന്നും കൂടെ അരയ്ക്കുക. മറ്റേ പിന്നെ ഇതിലേക്ക് ഇത് ഒന്നും കൂടെ വെള്ളം ഒഴിച്ചിട്ട് അതിപ്പോൾ ഇത്ര നീര് കിട്ടിയില്ല. ഇനി ലേശം കൂടി ഈ ചണ്ടി മിക്സിയിലേക്ക് ഇട്ടിട്ട് നമ്മൾ ഒന്നും കൂടെ അരച്ചു കൊടുക്കാം കേട്ടോ. ഇത്തിരി വെള്ളം പറഞ്ഞിട്ട് പിന്നെ ലേശം കൂടി ഒന്ന് അരച്ചു കൊടുക്കാം. 2 ഞാൻ അരച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പിന്നെയും ഞാൻ
അരിപ്പയിലേക്ക് ഇടാം. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇനിയും ഒന്നും കൂടെ അരച്ച് കൊടുക്കാം അരിപ്പയിലിട്ട് കഴിഞ്ഞിട്ട്. ഇപ്പോൾ ഇത്ര നീര് കിട്ടിയിട്ടുണ്ടാകും. ഇനിയും ഉണ്ടാവും നല്ല കളറാണ്. പക്ഷെ നല്ല ഫ്രഷ് ബീട്രൂട്ട് കിട്ടുകയാണെങ്കിൽ നല്ലതാട്ടോ. അപ്പോൾ ഇത് എൻ്റെത് പിന്നെ ബാടിപ്പോയിട്ട് ഞാൻ ഫ്രിഡ്ജിൽ 2-3 ദിവസമായി കൊണ്ടുവന്നിട്ട്, അതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടെ നമുക്ക് വെള്ളം പാർന്നടിച്ചെടുക്കാം. നല്ല കട്ടിയാണ് കേട്ടോ ഇനി. അപ്പോൾ ഞാൻ 3 പ്രാവശ്യം അരച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് എത്ര കട്ടി വേണം അത്രയും നിങ്ങൾ അരച്ച് കൊടുക്കുക, അരിപ്പയിൽ അരയ്ക്കാം. അപ്പോൾ ഞാനൊന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക് ഇങ്ങനെ. ഇത് കണ്ടില്ലേ, ഈ ചണ്ടി ഇത്രയേ ഉള്ളൂ കിട്ടിയുള്ളൂ. ഇനി പിഞ്ഞു കൊടുത്താൽ നല്ല. ഇനിയിപ്പോൾ അരക്കാനൊന്നും പോകണ്ട കേട്ടോ. അരിക്കുക അരക്കുക രണ്ടും ഒന്നായിപ്പോയി. അപ്പോൾ ഇത് കണ്ടില്ലതാ, നല്ല കട്ടിയല്ലേ. ഇത്ര വെള്ളം മതി, ഇനി വെള്ളം പാരണമൊന്നുമില്ല. അപ്പോൾ നമുക്കിത് ഇങ്ങനെ ആക്കിയിട്ട് ഒരു പാത്രത്തിലേക്ക് ഫ്രിഡ്ജിലാക്കി കൊടുക്കുക. ഒരു 2 ദിവസം 3 ദിവസം വെച്ചാൽ മതി കേട്ടോ. നല്ലോണം ഫ്രിഡ്ജിൽ വെച്ച് കുടിക്കാൻ പറ്റൂലല്ലോ. അപ്പം നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഒരു ഗ്ലാസ്സിലേക്ക് എടുക്കുക. ഗ്ലാസ്സിലേക്ക് ഇങ്ങനെ നമുക്ക് വേണ്ടത്ര എടുത്ത് ഒരു ഗ്ലാസ് മുഴുവനും ഇതൊക്കെ ഒരു നല്ല കട്ടി 2 ദിവസം ഉണ്ടാവുള്ളൂ കേട്ടോ. കുറേ ഒന്നും ഉണ്ടാവില്ല ഒരു വീട്ടിലിട്ടതാ. അപ്പോൾ നല്ല കട്ടിയല്ലതാ, ഇത്ര എടുത്താൽ മതി. അപ്പം ഈ ശർക്കര ഒന്ന് കാണിച്ചു തരാം. ഇതിപ്പോൾ വെള്ളം അയക്കുന്നല്ല. അപ്പോൾ ഇങ്ങനെ ഒരു മൂടിയുള്ള പാത്രത്തിൽ ഇതും ഫ്രിഡ്ജിലേക്ക് വെക്കുക. അപ്പോൾ ഇതൊക്കെ കുറേ ഒന്നും ഉണ്ടാവില്ല കേട്ടോ, 2 ദിവസം ഉണ്ടാവുള്ളൂ. കണ്ടില്ലേ ശർക്കര. അപ്പം നമുക്കിപ്പോൾ ഈ ഇത്ര ഗ്ലാസ് കുടിക്കുന്നെങ്കിൽ നമുക്ക് എത്ര വേണോ ഇത് പിന്നെ മധുരം നോക്കിയിട്ട് നമ്മളിങ്ങനെ ഈ ശർക്കര ഇതിലേക്ക് ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുക. ഒരു ഗ്ലാസ്സിലേക്ക് എത്ര വേണമെന്നൊക്കെ ഇങ്ങനെ കൊടുത്തിട്ട് നമ്മളൊന്ന് നോക്കുക മധുരം നമുക്ക് എത്ര വേണം. പിന്നെ മധുരം എത്ര വേണമെന്ന് നോക്കിയിട്ട് മധുരം ഉണ്ടോ ഇല്ലേ നോക്കി നമ്മൾ അത്ര ഒഴിച്ച് കൊടുത്തിട്ട് കുടിക്കുക കേട്ടോ. പിന്നെ ഇതും ഈ ശർക്കര ഇങ്ങനെ നമുക്കൊരു ബീട്രൂട്ട് അടിച്ചിട്ട് ഒരു പാത്രത്തിൽ ഫ്രിഡ്ജിലേക്ക് വെക്കുക. ഇതും ഫ്രിഡ്ജിൽ വെക്കുക. അപ്പോൾ നാളെ ഇപ്പോൾ നമുക്കിപ്പോൾ രാവിലെയല്ല നമ്മളിത് കുടിക്കുക. ഇത് രാത്രി ഇങ്ങനെ ഈ ഗ്ലാസ്സിൽ ഇത്ര എടുത്ത് ഒരു ഗ്ലാസ്സിലേക്ക് ഇത്ര എടുത്ത് ശർക്കര ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുക നമുക്ക് വേണ്ടത്ര. എന്നിട്ട് അത് കുടിക്കുക. അങ്ങനെ എത്ര ദിവസം ഉണ്ട് എത്ര ദിവസം പിന്നെ ഒരു ബീട്രൂട്ട് വെച്ച് പിന്നെയും ഇങ്ങനെ ചെയ്ത് വെക്കുക ശർക്കര. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഈ മൈഗ്രെയിൻ തലവേദന എത്ര ഗുളിക കഴിച്ചിട്ടും ഞാൻ മാറാണ്ട് എനിക്ക് നല്ല മാറ്റം ഉണ്ടായിരുന്നു കേട്ടോ. ഒരു ബീട്രൂട്ട് കുടിച്ചിട്ടൊന്നും നമുക്ക് മാറില്ല കേട്ടോ. ഒരു 2-3 നമ്മളൊന്ന് കഴിഞ്ഞിട്ട് പിന്നെ ഒന്ന് ഇതാക്കി കുടിക്കുക, പിന്നെ ഒന്ന് കുറച്ച് ദിവസം കൂടി അങ്ങനെ കുടിക്കുക. ഇങ്ങനെയായിട്ട് നല്ല മാറ്റമുണ്ട്. എനിക്ക് കുറേ മാസത്തേക്ക് ഒഴിച്ചെങ്കിലും വരില്ല. ഇപ്പോൾ കുറേ ഇങ്ങനെ നിൽക്കുന്നു. ഇല്ലെങ്കിൽ ദിവസം ഉണ്ടാകും. പോയാലും വന്നാലും വന്നില്ലെങ്കിലും കിടന്നില്ലെങ്കിലും എല്ലാത്തിനും ഉണ്ടാവും കേട്ടോ. അത് അങ്ങനെയാണ് ഇപ്പോൾ ആ മൈഗ്രെയിൻ തലവേദന. കരിഞ്ഞ ബേജാറുണ്ടെങ്കിലും സന്തോഷം ഉണ്ടെങ്കിലും പോയാലും വന്നാലും ഒക്കെ ഉണ്ടാവും. വർക്ക് കഴിഞ്ഞാലും വർക്ക് ചെയ്യായിട്ട് അതൊന്നുമല്ല പ്രശ്നം. അപ്പോൾ അതാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.